السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. യഹൂദികൾ ജൂതന്മാർ അവരെപ്പോഴും മുസ്ലിമീങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കളാണ്. മുസ്ലിമീങ്ങൾക്ക് എവിടെല്ലാം നന്മകളുണ്ടോ അതെല്ലാം തടയാനുള്ള എല്ലാ കുതന്ത്രങ്ങളും അവരെപ്പോഴും അവരുടെ ജീവിതത്തിൽ അത് പയറ്റിയിട്ടുണ്ട്. അത് കാലം സാക്ഷിയാണ്. ഇന്നും നാം അത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ സന്തോഷത്തോടെ കഴിയുന്നത് അവരൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അവർ അത് വലിയ അസൂയയോട് മാത്രമാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം, നമ്മെ തകർക്കാൻ, നമ്മെ ഇല്ലായ്മ ചെയ്യാൻ, നമുക്കിടയിലുള്ള സ്നേഹബന്ധം ഇല്ലായ്മ ചെയ്യാൻ ജൂതന്മാരെപ്പോഴും ശ്രമിക്കുമ്പോൾ അതിനെതിരെ നാം എപ്പോഴും ജാഗരൂകരാകേണ്ടതായിട്ടുണ്ട്. അതിൽ നാം ചെയ്യേണ്ടതെന്താ? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കുക വഴി അവരുടെ അസൂയയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നൽ യഹൂദ യഹ്സുദൂനകും അലസ്സലാമി വത്തഅമീൻ. യഹൂദികൾ ജൂതന്മാർ അവർ നിങ്ങളുടെ രണ്ട് വിഷയത്തിൽ അസൂയാലുക്കളാണ്, നിങ്ങളുടെ വലിയ അസൂയ പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. അത് ഏതൊക്കെയാണ്? ഒന്ന് അസ്സലാം, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുക എന്നുള്ളത് അവർക്ക് വല്ലാത്ത അസൂയയോടെയാണ് അവർ കാണുന്നത്. കാരണം സലാം പറയുക വഴി മുസ്ലിമീങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സ്നേഹം നൽകും, അവർക്കിടയിൽ പ്രത്യേകം കാരുണ്യം അല്ലാഹു തആല നൽകും. അതുവഴി അവർക്കിടയിലുള്ള എല്ലാ കാര്യങ്ങളിലും അല്ലാഹു തആല അവർക്ക് സംരക്ഷണം നൽകുകയാണ്. കാരണം അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താ? അള്ളാഹുവിനോട് പറയുന്നത് എന്താണ്? അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ രക്ഷ, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സലാമത്ത് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥന നടത്തുകയാണ് സലാം പറയുക വഴി ചെയ്യുന്നത്. അത് അള്ളാഹു തആല സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ ഇവിടെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സലാമത്ത് എപ്പോഴും ലഭിക്കുമ്പോൾ അതൊരിക്കലും ജൂതന്മാർക്ക് സഹിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതിൻ്റെ പുറമെ മുത്തുനബി തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം വർദ്ധിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞതെന്താ? അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക, എപ്പോഴും നിങ്ങൾ സലാം പറയുന്നവരാവുക. കാണുമ്പോഴും പിരിയുമ്പോഴും ഒക്കെ നിങ്ങൾ സലാം പറഞ്ഞുകൊണ്ടാകുമ്പോൾ തീർച്ചയായും അത് നിങ്ങൾക്കിടയിൽ വലിയ സ്നേഹം വർദ്ധിക്കാൻ കാരണമായി തീരുമെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് നാം എപ്പോഴും വർദ്ധിപ്പിക്കുക. അത് ജൂതന്മാർ അസൂയയോടുകൂടെ കാണുന്ന ഒന്നാണ്. മറ്റൊന്ന് തഅ്മീൻ, ആമീൻ പറയുക. നിസ്കാരത്തിൽ നാം ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ ഇമാം ഉറക്കെ ഫാത്തിഹ സൂറത്ത് ഓതി എല്ലാവരും ഒന്നിച്ച് ആമീൻ എന്ന് പറയുമ്പോൾ ഇമാമിൻ്റെ ആമീനോട് മലായിക്കത്തിൻ്റെ ആമീൻ യോജിച്ചു വരുന്നു, മലായിക്കത്തിൻ്റെയും ഇമാമിൻ്റെയും ആമീനോട് മഅ്മൂമിങ്ങളുടെ ആമീനോട് യോജിച്ചു വന്നാൽ അല്ലാഹു തആല അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്ന വിഷയത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ നാം അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തുമ്പോൾ അതും ജൂതന്മാർക്ക് വല്ലാത്ത പ്രയാസത്തോടുകൂടെ വിഷമത്തോടുകൂടെ അസൂയയോടുകൂടെയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ഇഹപര വിജയത്തിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക. ആര് എതിർത്താലും, ആര് വെറുപ്പ് പ്രകടിപ്പിച്ചാലും, ആര് അസൂയയായി കഴിഞ്ഞാലും നാം അതിലേക്കൊന്നും ചെവി കൊടുക്കാതെ നമ്മുടെ ഈമാൻ അത് വർദ്ധിക്കാൻ, നമ്മുടെ ഇസ്സത്ത് അത് വർദ്ധിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.